പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രമുഖനുമായ രാഹുൽ ഗാന്ധി ബിജെപിക്കെതിരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ട് കൊള്ള ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബിജെപി പരസ്യമായി കശാപ്പ് ചെയ്യുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് രാജ്യവ്യാപകമായി വോട്ട് മോഷണം നടത്തുകയും ആണെന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആരോപണം. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ ശക്തമായ വിമർശനത്തിൽ ദശലക്ഷക്കണക്കിന് ബിജെപി പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യാൻ രാജ്യമെങ്ങും കറങ്ങി നടക്കുന്നുവെന്നും ഇതൊരു രാജ്യം ഒരു വോട്ട് എന്ന ജനാധിപത്യ തത്വത്തെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. തന്റെ വിമർശനങ്ങൾക്ക് ശക്തി പകരാനായി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. രാജ്യതലസ്ഥാനത്ത് നിന്ന് സുപ്രധാനമായ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതും ജില്ലാ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശം ഈ ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഡൽഹി ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് രാഹുലിന്റെ ഈ വിമർശനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഇല്ലാതാക്കിയത് വോട്ട് മോഷണത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും ഈ വോട്ട് കൊള്ളയ്ക്ക് ഉദാഹരണമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് കൊള്ള എന്ന ആരോപണം രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത് ഇതാദ്യമായല്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളിൽ ഇതൊരു പ്രധാന വിഷയമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ BJPയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന മൂന്നാമത്തെ പ്രധാന വാർത്താ സമ്മേളനമാണിത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അദ്ദേഹം വീണ്ടും ഈ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് പ്രതിപക്ഷ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം വോട്ട് കൊള്ളയിലൂടെയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഹരിയാനയിൽ മാത്രം 25 ലക്ഷം വോട്ടുകളാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആരോപണം സ്ഥാപിക്കാൻ അദ്ദേഹം നിരവധി കണക്കുകളും തെളിവുകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. അതായത് ഹരിയാനയിൽ 5,21,619 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയതായി രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ഇത് ആകെ വോട്ടർമാരിൽ 1/8 വോട്ട് വ്യാജമാണെന്ന് സൂചിപ്പിക്കുന്നു. 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷം കള്ളവോട്ടുകൾ നടന്നിരിക്കുന്നു. ഓരോ മണ്ഡലത്തിൽ ഒരാൾക്ക് 100 വോട്ടുകൾ വരെ ഉണ്ടായിരുന്നു. ഒറ്റ ഫോട്ടോയും പേരും ഉപയോഗിച്ച് 100 വോട്ടുകൾ വരെ ചെയ്യുന്നതായും കണ്ടെത്തി. വോട്ടർ പട്ടികയിൽ ഒരേ ഫോട്ടോ, ഒരേ പേര് എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 104-ാം നമ്പർ വീട്ടിൽ 100 കണക്കിന് വോട്ടർമാർ എന്ന രീതിയിലുള്ള വ്യാജ മേൽവിലാസവും കണ്ടെത്തിയിട്ടുണ്ട്. 2 ബൂത്തുകളിലായി ഒരു സ്ത്രീ 223 വോട്ട് ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു. 12,477 വോട്ടുകൾ വ്യാജ ഫോട്ടോകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വോട്ടുകളിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ബ്ലർ ചെയ്ത ഫോട്ടോകളാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാർ ചോരി എന്ന പേരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഈ വ്യാജ വോട്ടർമാരുടെ ഫയലുകളും തെളിവുകളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഉത്തർപ്രദേശിൽ വോട്ടർ ID ഉള്ള സർപഞ്ച് ഹരിയാനയിലും വോട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും ആയിരക്കണക്കിന് ആളുകൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലും വോട്ട് ചെയ്യുന്ന ഇരട്ട വോട്ടർമാരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയെയാണ് ചോദ്യം ചെയ്യുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ഭരണകൂടം തന്നെ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കെതിരെയും നടത്തുന്ന പോരാട്ടത്തിന് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ട സംഭവം എന്നിവയെല്ലാം നിയമപരമായും രാഷ്ട്രീയപരമായും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകക്ഷിയായ BJPയും ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ.